ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇന്നലെ ദോശയുടെ കൂടെയുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ദോശ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദോശയുടെ റെസിപ്പി എന്തായാലും ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട് ദോശയുടെ കൂടെ ചേർത്ത് കഴിച്ചോളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ജ്യൂസും കൂടി ഇന്ന് വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ആ ജ്യൂസിൻ്റെ റെസിപ്പിയും കാണാം കേട്ടോ. എല്ലാ റെസിപ്പികളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഈസി ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ പറയാം കേട്ടോ. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം, അതുപോലെ ഇഞ്ചിയും വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ സവോളയ്ക്കും ഇഞ്ചിക്കും ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി ഒന്ന് മുറിച്ച് ചേർക്കാം. തീരെ ചെറുതായിട്ട് മുറിച്ച് ചേർക്കേണ്ട, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് വലിയ പീസുകളായാലും ഒന്ന് വഴറ്റി കിട്ടാൻ പാകത്തിൽ മുറിച്ച് ചേർത്താൽ മതി. ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം സവാള വേണ്ട കേട്ടോ, ചെറിയ സവാള മതി. വലിയ സവാളയാണെങ്കിൽ ആ സവാളയുടെ ഒരു പകുതി ഭാഗം എടുത്താൽ മതി. ഇതൊന്ന് കുക്കായി വരണം, വല്ലാതെ ബ്രൗൺ കളറൊന്നും ആയി പോകണ്ട. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി. ഒന്ന് സവാള ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങണം, അത്രേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് 2-3 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർന്ന് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. നമ്മുടെ ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വറ്റൽമുളക് ചേർത്തരയ്ക്കണം എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്തരയ്ക്കാം. ഞാൻ എളുപ്പത്തിനായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. രണ്ടും സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും, ടേസ്റ്റ് ഒന്നും വ്യത്യാസം വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിയും ഈ എണ്ണയിലൊന്ന് കുക്ക് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ആ റോ ടേസ്റ്റ് ഉണ്ടാവില്ല മുളക് പൊടിയുടെ. പിന്നെ പുളി നിർബന്ധമാണെങ്കിൽ നമുക്കൊരു പീസ് വാളൻപുളി ചേർക്കാം. ഇത് പുളി ചേർക്കാതെ ഉണ്ടാക്കുകയായിരിക്കും നല്ലത് ഈ ഒരു ചമ്മന്തി. നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള ചമ്മന്തി ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് പുളി വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പുളി ചേർക്കുന്നില്ല. ഒരു 2-3 മിനിറ്റ് സവോള ഒന്ന് ഇളക്കി കൊടുക്കുക, സവോള ട്രാൻസ്പെറൻ്റ് ആയി വരാനായിട്ട്. വേഗം തന്നെ കുക്കായി വന്നോളൂല്ലോ. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കേക്കൊക്കെ റെഡിയാക്കിയോ, വൈനൊക്കെ റെഡിയാക്കിയോ, കറികളൊക്കെ പ്ലാൻ ചെയ്തോ, എന്തൊക്കെ കറികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് സവോള മൂപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സവോളയുടെ ടേസ്റ്റ്, നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ അധികം സവോള കുക്ക് ആവണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം. നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ കുറച്ച് എരിവുള്ള രീതിയിലാണ് ഈ ഒരു ചമ്മന്തി ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള കളർ ഉണ്ടാവും കേട്ടോ നമ്മുടെ ചമ്മന്തിക്ക്. ഇതിപ്പോൾ മുളക് പൊടിയുടെ കളർ കുറവായതുകൊണ്ട് ചമ്മന്തിക്ക് കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡായിരിക്കും ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ മുളക് പൊടി ഒന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റ് ഒന്ന് മുളക് പൊടിയും കൂടി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതൊക്കെ. നമുക്ക് എളുപ്പത്തിൽ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാനാണ്. ഇതിൽ വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ തേങ്ങയും ഈ ഒരു മിക്സും കൂടി ചേർത്ത് അരച്ചെടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇനി വറവൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ അരയ്ക്കാമെന്ന് പറഞ്ഞത്.
ഇങ്ങനെ സവോള മാത്രം ചേർത്തിട്ട് കൂടുതൽ സവോള ചേർത്ത് വഴറ്റിയിട്ട് അരച്ചെടുക്കുന്നൊരു ചമ്മന്തി ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിതുവരെ ചെയ്തിട്ടില്ല എന്നൊന്നും, ചെയ്തിട്ടുണ്ടോയെന്ന് ഞാൻ ഓർക്കുന്നില്ല. കുറേ സവോള മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുന്ന, അതും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉഴുന്നുവടയ്ക്കും ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു റെസിപ്പി വൈകാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാം. നമ്മൾ തേങ്ങ ചൂടാക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം തേങ്ങയും ഈ ഒരു മിക്സും ചേർത്ത്. നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തേങ്ങ ചേർക്കാം. തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയുടെ മിക്സും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയ തരികളോട് അരച്ചെടുക്കുക. അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടയ്ക്ക് സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്, ഫൈനായിട്ടല്ല. ഇതുപോലെയാണ് ഈ ചമ്മന്തിയുടെ ടെക്സ്ചർ. അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെളിച്ചെണ്ണ ചേർത്തിട്ടും അരച്ചെടുക്കാതിരുന്നത്. ഇത് ചട്നിയല്ല, ചമ്മന്തിയാണ്. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ചട്നി ആണെങ്കിലാണ് നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവുക, ചമ്മന്തി ആകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് സവോളയ്ക്ക് പകരമായിട്ട് ഉള്ളി ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉള്ളി ചേർത്തിട്ട് ചെയ്യുമ്പോൾ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ ഉള്ളി നന്നാക്കി എടുക്കുന്ന കാര്യം ഓർത്തിട്ട് എല്ലാവർക്കും മടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സവോള ചേർത്തിട്ട് ചെയ്തത്. അപ്പോൾ ഉള്ളി ചേർത്തിട്ടും ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ടെങ്കിലാണ് നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷൻ ആവുന്നത്. ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനും ഈ ഒരു ചമ്മന്തി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും എരിവ് ചേർത്താലാണ് ചോറിൻ്റെയും കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുക. പിന്നെ ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ചമ്മന്തിക്ക്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇന്ന് വൈകിട്ട്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വീഡിയോ ഒരെണ്ണം പുതിയത് വരുന്നുണ്ട്. അതൊരു അടിപൊളി ജ്യൂസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ സീസണലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ആ വീഡിയോയും മറക്കാതെ ഒന്ന് കാണാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ജ്യൂസ് റെസിപ്പികളൊക്കെ ഇഷ്ടമാണോ എന്ന് ഉള്ളത്, നമ്മൾ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ജ്യൂസുകളൊക്കെ ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.